ഒപ്പം വേണം, ഒപ്പം പൂജയും നിർബന്ധ. പരിപാടി എന്തുണ്ടെങ്കിലും ഞങ്ങളെ രീതിയിലേ നടത്താൻ പറ്റൂന്നാണ് ഗവർണറുടെ നിർബന്ധം. അതിപ്പോ പരിസ്ഥിതി ദിനായാലും സർക്കാരിന്റെ പരിപാടി ആയാലും. പക്ഷേ അന്ന് വെച്ച വെള്ളം അത്രയ്ക്ക് അങ്ങ് വെന്തൂല്ല. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. സർക്കാർ പരിപാടിയും RSSന്റെ പരിപാടി നടത്തണ പോലെ അങ്ങോട്ട് നടത്താനായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തയെ. തെറ്റു പറയാൻ പറ്റില്ലേ? പണ്ട് ഇതേപോലെ ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിക്കാൻ വിളിച്ചപ്പോ അന്ന് സതീശൻ ചെന്നതുപോലെ അങ്ങോട്ട് അങ്ങ് എത്തൂന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ആളെ അത്ര നിശ്ചയില്ലാന്ന് തോന്നുന്നു. കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതമാതാവിനെ കണ്ടതോടെ പി പ്രസാദ് സ്ഥലം കാലിയാക്കി. RSS ഉപയോഗിക്കുന്ന ചിത്രം എന്നത് ഒരു പ്രത്യേകമായൊരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഒരു ഭരണഘടനാപരമായ ഒരു പദവിയുള്ള ഒരിടത്ത് ഒരു സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ലേ അല്ല. വർഗീയവാദികളെ അകറ്റി നിർത്തുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നേ ഗവർണർക്ക് അറിയാഞ്ഞിട്ടാ. എങ്ങനെ അറിയാനാ? രാജ്ഭവൻ RSS കാര്യാലയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുകയല്ലേ ഇപ്പോഴും. അതുകൊണ്ട് മാത്രം ഇങ്ങനൊക്കെ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. രാഷ്ട്രപതി, രാഷ്ട്രപിതാവ്, പ്രധാനമന്ത്രി എന്നിവരുടെ ചിത്രങ്ങൾ വെക്കേണ്ടിടത്തെ RSS സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗവാർ, രണ്ടാം സർസംഘചാലകനും സൈദ്ധാന്തികനുമായ ഗോൾവാൾക്കർ എന്നിവരുടെ ചിത്രങ്ങളാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. പോരാത്തേന് അതിന്റെ നടുക്കുണ്ടടാ കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവും. പിന്നെ ഒരു ഗുമ്മിന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചിത്രവും സ്വീകരണ മുറിയിലുണ്ട്. ഇതൊക്കെ എവിടാ, ആരുടെ സ്വീകരണ മുറിയിലാന്ന് ഇനി സംശയമൊന്നും കാണൂലല്ലോ അല്ലേ? നമ്മുടെ ഗവർണറെ ആർലേക്കർ സാറുടെ സ്വകാര്യ മുറിയിലാണ് RSS നേതാക്കളുടെ ചിത്രം ഉറപ്പിച്ചിരിക്കുന്നത്. സന്ദർശക മുറിയിലും ഓഫീസിലുമാണ് ഗവർണർ അതിഥികളെ സ്വീകരിക്കുക പതിവുള്ളത്. പിന്നെ കൂടുതൽ അടുപ്പമുള്ളവരൊക്കെ സ്വകാര്യ മുറിയിൽ സ്വീകരിക്കാറുണ്ട്. ഇനി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ ഗവർണർ സ്വീകരിക്കുന്ന ഒരു ചിത്രം രാജ്ഭവൻ പുറത്തുവിട്ടിരുന്നേ. അതിലുണ്ട് ഇതൊക്കെ. ചെറുപ്പം മുതൽ RSS പ്രവർത്തകനാണെന്ന കാര്യം ഗവർണർ തുറന്നു പറയാറുണ്ടെങ്കിലും ഇത്രയ്ക്കൊരു ആരാധന ആരും നിരീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ.